അവകാശപ്പെട്ട എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മലപ്പുറം ചോക്കോട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുക എന്നത് സർക്കാർ ലക്ഷ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. കേവലം 2 വർഷക്കാലത്തിനിടയിൽ ഒരു സംസ്ഥാനത്ത് 1,23,000 പട്ടയം വിതരണം ചെയ്ത നേട്ടത്തിലേക്ക് കേരളത്തിലെ റവന്യൂ വകുപ്പ് പോയി. അതോടൊപ്പം 2.5 വർഷം തികയുന്ന ഈ ജനുവരി മാസം ഫെബ്രുവരി ആദ്യ വാരത്തിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ 30,000 പട്ടയങ്ങൾ ഇന്ന് റവന്യൂ വകുപ്പിന്റെ കയ്യിൽ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മാറ്റത്തിന്റെ പാതയിലാണ്. 4 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും ഡിജിറ്റലായി അളന്നു തിട്ടപ്പെടുത്തി ഭൂരേഖ തയ്യാറാക്കി കൊടുക്കുന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചതായും മന്ത്രി രാജൻ അവകാശപ്പെട്ടു. സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങളും കൃത്യമായി കണക്കാക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റസിയ സൈനുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എം അൻവർ, സബ് കളക്ടർ ഡി രഞ്ജിത്ത്, ADM NM മെഹ്റലി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KT മുജീബ്, ജ്യോതിഷ്, ബിനു ഉമ്മൻ എന്നിവരും സംസാരിച്ചു. മലബാർ ടൈംസ്, നിലമ്പൂർ.